നമസ്കാരം, എല്ലാവർക്കും ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നമ്മുടെ മണിക്കുഞ്ഞുങ്ങളെ കൊടുത്തു വിടാൻ തുടങ്ങുകയാണ്. അവർക്ക് റിക്വസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരാളെ ഞങ്ങൾ കൊടുത്തു വിടും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഇടാൻ പോകുന്നത് കേട്ടോ. ഇവരെ കൊടുത്തയക്കുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് വിഷമമുണ്ട്. കാരണം ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മളാണല്ലോ ഇവരെ നോക്കിയത്. ഇവർ ജനിച്ച് വീഴുമ്പോൾ തൊട്ടിട്ട് ഞാനാണ് എടുത്ത് മാറ്റിയത്. അപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് അവർ പോകുമ്പോൾ. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ഇവരെ വളർത്താനുള്ളൊരു സംവിധാനമില്ല. ഇപ്പം തന്നെ നമ്മൾ ഉക്കുറപ്പനും കുട്ടൂസിനും മണിക്കുട്ടിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പുറത്തൊക്കെ പോയി ആൾക്കാർ ശല്യപ്പെടുത്തുന്നത് വേറെ. അപ്പോൾ ഇവരെ നമുക്ക് വളർത്താനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്നവരൊക്കെ അവരെ പൊന്നുപോലെ നോക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 ആളായിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഒരു 3 ആളോണുണ്ട്. അപ്പോൾ അതാവുമെന്ന് വിചാരിക്കാം. ഞങ്ങളുടെ കൃഷിഭവൻ്റെ ഗ്രൂപ്പിലും അതുപോലെ ഞങ്ങളുടെ നഗരസഭയുടെ ഗ്രൂപ്പിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും എൻക്വയറി വരുന്നുണ്ട്. എല്ലാവരും പോകുമെന്ന് തന്നെ വിചാരിക്കാം നമുക്ക്. ഇതാ മണിക്കുട്ടി അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നീങ്ങി എടുക്കുക. കുട്ടികൾക്ക് ഞാൻ പാല് കൊടുത്തതാണ്. അപ്പോൾ അവർ പാലൊക്കെ കുടിച്ച് ഉഷാറായി എൻ്റെ കാലിൻ്റെ പിന്നാലെ വരും. ഇപ്പോൾ പാത്രം ഏകദേശം കാലിയായി. 2 പാത്രത്തിലാണ് പാല് വെച്ച് കൊടുത്തിട്ടുണ്ട് നടന്നത്. അത് ഏകദേശം കാലിയായി. ഇപ്പോൾ ഞാൻ എവിടേക്കാണ് നടക്കണേ എൻ്റെ പിന്നാലെ വരിക. കണ്ടില്ലേ, എല്ലാവരും ഞാൻ നീങ്ങുന്നിടത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ എൻ്റെ കാലിൻ്റെ ചോട്ടിലുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, മണിക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട്, അമ്മ അവിടെ കിടക്കുന്നുണ്ട്. അമ്മയുടെ അടുത്തേക്കൊന്നും അവർ പോകണില്ല. എൻ്റെ കാലിൻ്റെ അവിടെ വന്ന് നിൽക്കണത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഓരോ വീട്ടിലേക്ക് പോയാൽ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഇവർ ഇതുപോലെ നല്ല ഇണങ്ങും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നാളെ തൊട്ട് ഇവർ യാത്രയാവും. ഇത് 7 ആളും കൂടിയുള്ള അവസാനത്തെ ഭക്ഷണങ്ങളായിരിക്കും കേട്ടോ. ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ രാവിലെ ഇവരെ 2 ആളെ പാക്ക് ചെയ്യും. പിന്നെ ഇന്നൊരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഒരു ആൺകുട്ടീനും പെൺകുട്ടീനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ആൾ പോവും ഇന്നത്തെ കഴിഞ്ഞാൽ. നാളെ പിന്നെ 3 ആളെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയുള്ള അവരുടെ ലാസ്റ്റ് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇന്ന്. കുഞ്ഞുങ്ങൾ അവരുടെ കുസൃതികളൊക്കെ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഓരോ വീടുകളിലേക്ക് മാറും. ഇയാളെയാണ് ഞങ്ങൾ കൊടുത്തുവിടാൻ പോകുന്നത് കേട്ടോ. 7 ആളുടെ ടീമിൽ നിന്ന് ആദ്യത്തെ ആൾ ഇവനെയാണ് ഞങ്ങൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ അവർ കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ സ്വല്പം പാല് കൊടുത്തിട്ട് വിടാമെന്ന് കരുതി, അല്ലെങ്കിൽ അവന് വിശന്നാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അകത്തേക്ക് എടുത്ത് കൊടുന്നു. പുറത്ത് വെച്ച് പാല് കൊടുത്താൽ എല്ലാവരും കൂടി വന്ന് പാല് കുടിക്കില്ലേ. അതുകൊണ്ട് അകത്ത് വെച്ച് പാല് കൊടുക്കണം കേട്ടോ. തീരെ പുറത്ത് തട്ടി കൊടുക്കുക, ഛർദിക്കണ്ട കുട്ടി. അല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ പോട്ടെ. ഒറ്റയ്ക്കായാലേ പിന്നെ അവിടെ ചെന്ന് നിങ്ങളുടെ കൂടെ ഇട്ടാൽ മതി. അവനപ്പോൾ കൊണ്ടുപോവാണ് കേട്ടോ. എല്ലാം റെഡിയായി. നമ്മുടെ സുഹൃത്ത് വണ്ടി എടുത്തു. കുറച്ച് ദൂരം അവർക്ക് പോകാനുണ്ട്. ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ അവൻ കുറേശ്ശെ കരയുന്നുണ്ട്. ഒറ്റയ്ക്കായില്ലേ, പിന്നെ ആ ബോക്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവൻ കരയുന്നുണ്ട് കുറേശ്ശെ. അപ്പോൾ ഇതാ ഒരു പോവാണ്. അപ്പോൾ ഒരാൾ പോയിട്ടാ നമ്മുടെ. ഇനി 6 ആളുണ്ട്. ഇവിടെ എല്ലാവരും ഒരാളിവിടെ ഉണ്ട്. മണി അടിച്ചോ വന്നൂടെ? മണി അടിക്കണത് എന്തിനാ? വരാനാ? കുട്ടികൾക്ക് മണി അടിച്ചറിയില്ലേ? ഒരാളോടെ ഇങ്ങോട്ട് മാറിക്കാം. ഒരാളും ഇങ്ങോട്ട് മാറിച്ചു.
മൂന്നും കറക്റ്റായി 6 അപ്പോൾ ഒരാളെ കൊടുത്ത് വിട്ടു കേട്ടോ നമ്മൾ. ഒരാളിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് കൊണ്ടുപോയി. സുഹൃത്തല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് വന്നതാണ്. ആൾ വന്ന് കൊണ്ടുപോയി ഒരു കുട്ടീനെ. ഇപ്പോൾ 6 ആളായിട്ടുണ്ട്. നാളെ 2 ആളെയും കൂടി പറഞ്ഞു വിടും. അപ്പോൾ പിന്നെ 4 ആളാവും. നാളെ ഒരാളെ വിടും. 2 ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ആളോണി പറഞ്ഞിട്ടുണ്ട് 3 കുട്ടികൾക്കൂടി ഇനി ആളാവാനുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. കാരണം കുട്ടികൾ വലുതായി തുടങ്ങി. ഈ പ്രായത്തിൽ കൊണ്ടുപോയാൽ നമുക്ക് നന്നായി അവരെ ഇണക്കി വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ 3 ആൾക്കാണ് ഇനി ആൾ വരാനുണ്ട് കേട്ടോ. നാളെയായിട്ട് 2 ആളും കൂടി പോവും, പിന്നെ ഒരാളും കൂടി പോവും. അപ്പോൾ 3 ആൾ പോവും ഒരു 2 ദിവസത്തിനുള്ളിൽ, 4 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ. പിന്നെ 3 ആൾക്കാണ് ആൾ വരാനുണ്ട്. മണിക്കുട്ടിക്ക് ബാക്കിൽ ഫുഡ് വെച്ച് കൊടുത്തിട്ട് നടന്നു. അത് അവൾ കഴിച്ചു. അവളെ കഴിഞ്ഞു. അവിടെ വന്നിട്ട് കുട്ടികളെ അറ്റാക്ക് ചെയ്യണം. കുട്ടികളുടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ തിന്ന് തീർത്ത് ഫിനിഷാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലേറ്റ് ക്ലീനാക്കി കിട്ടും. കുട്ടികളൊരുവിധം തിന്ന് അവസാനിപ്പിച്ച് മതിയായി അവർക്ക്. അപ്പോൾ ബാക്കിയുള്ള മണിക്കുട്ടി ക്ലീനാക്കുന്നുണ്ട്. മണിക്കുട്ടിക്ക് ചെറിയൊരു വിഷമമുണ്ട് മുഖത്തേട്ടാ. ഒരു കൊച്ചു പോയില്ല, ഞങ്ങളെ കാണിച്ചില്ല കൊണ്ടുപോകണത്. ഞങ്ങളവളെ മാറ്റി ഞങ്ങൾ കുറച്ച് ബാക്കിലേക്ക് ആക്കിയിട്ട് കെട്ടിയിട്ട് അവിടെ. എന്നാലും അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവൾ വന്നിടുമ്പോൾ നോക്കി ആ ഗേറ്റിൻ്റെ അവിടേക്കൊക്കെ പോയി അവൾ. കാരണം കൊണ്ടുപോകാനുള്ള സുഹൃത്ത് വന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബോക്സൊക്കെ ആക്കിയിട്ട് ആദ്യം ഞങ്ങൾ ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും എടുത്തു അവളെ കാണണ്ടാന്ന് കരുതിയിട്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ കുട്ടൂസിന് ഒരു 2 കഷ്ണം എല്ല് കൊടുത്തതാട്ടാ. അപ്പോൾ അവൻ ഇന്നും ഈച്ചേനെ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അവനെ ഈ നേരത്തെ ഒരു ഈച്ച ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ അതിനെ അന്വേഷിച്ച് നടക്കുകയാണ് അവൻ. പിന്നെ മണിക്കുഞ്ഞിനെ നമ്മൾ കൊടുത്ത് വിട്ട ആ പുള്ളീനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരമായപ്പോൾ. അപ്പോൾ അവൻ അവിടെ സുഖമായിരിക്കുന്നു. പുള്ളിയുടെ മക്കളൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. അവൻ പാലൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി.